ശബരിമലയിൽ പൂണൂലിട്ട കള്ളന്മാരുടെ ഭക്തിക്കൊള്ള ദേവസ്വം വിജിലൻസ് കയ്യോടെ പിടിച്ചിട്ടുണ്ട്. നാട്ടുകാർ ഈ വാർത്ത കേൾക്കേണ്ടതുണ്ട്. മാതൃഭൂമി കൊടുത്ത എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ആ വാർത്ത നിങ്ങളൊന്ന് കേൾക്കണം. ശബരിമലയിൽ മേൽശാന്തിമാരുടെ നെയ്വിൽപ്പന കയ്യോടെ പിടിച്ച് ദേവസ്വം വിജിലൻസ്. പ്രതിദിനം 5 ലക്ഷം രൂപ വരെ വരുമാനം. പൂജാരിമാരുടെ ഏജന്റുമാരും പിടിയിൽ. നോക്കണേ, അയ്യപ്പനെ വെച്ച് എങ്ങനെയാണ് പൂണൂലിട്ട കൊള്ളക്കാരന്മാർ ഭക്തിയുടെ മറവിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പിടിച്ചുപറി നടത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കണേ. പ്രതിദിനം 5 ലക്ഷം രൂപ വരുമാനം. എങ്ങനെ? ഭക്തരായിട്ടുള്ളവർ അയ്യപ്പനെ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവരുന്ന നെയ്യെടുത്ത് മറിച്ചു വിറ്റ് പാക്കറ്റിന് ഏജന്റുമാരെ വെച്ച് 100 രൂപയ്ക്ക് വിൽപ്പന നടത്തി 5 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ലോകത്ത് മറ്റേതെങ്കിലും തൊഴിൽ ചെയ്താൽ അനുദിനം 5 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടും. നോക്കണേ, പൂണൂലിട്ട കൊള്ളക്കാരന്മാരുടെ ഭക്തിയുടെ മറവിലുള്ള പിടിച്ചുപറി. ഇതിനേക്കാൾ നല്ല അന്തസ്സുള്ള പണി വല്ല ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കട്ടപ്പാറയായിട്ട് കക്കാനിറങ്ങുന്നതാണ് നല്ലതെന്ന് പൂണൂലിട്ട കൊള്ളക്കാരന്മാരുടെ അടുത്ത് പറയേണ്ടി വരികയാണ്. തന്ത്രി പോറ്റി മാഫിയമാർ എങ്ങനെയാണ് ഭക്തിയുടെ മറവിൽ ഭക്തരെ കൊള്ളയടിക്കുന്നു എന്നതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് ഈ പുറത്തേക്ക് വരുന്നത്. ശബരിമല കേന്ദ്രീകരിച്ച് ഇപ്പോൾ നട തുറന്ന് 15 ദിവസത്തിനകം ദൈനംദിന 5 ലക്ഷം രൂപ, ഏകദേശം അവിടെ അനുദിനം 1 ലക്ഷത്തോളം ഭക്തർ ദർശനത്തിനെത്തുന്നുണ്ട്. അവരിൽ ഭൂരിപക്ഷം പേരിൽ നിന്നും പണം ഇവർ ഈ പാക്കറ്റിലൂടെ നെയ്യഭിഷേകം എന്ന പേരിൽ വിറ്റ് കാശടിക്കുന്നുണ്ടെന്നാണ് വിവരം. അതായത് ഒരാളിൽ നിന്ന് 100 രൂപ വെച്ച് 50,000 പേർക്ക് വിറ്റാ മതിയല്ലോ. എന്തോരം പൈസയായി. അയ്യപ്പന്റെ പേരിൽ ഭക്തി എന്നുള്ള നിലയ്ക്ക് വിശ്വാസികൾ അവിടെ ചെല്ലുമ്പോൾ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന കൊള്ളക്കാരന്മാർ ഏതൊക്കെ തരത്തിലാണ് ഭക്തരെ ചൂഷണം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇത് കണ്ടിട്ട് മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം. ഒരു മണ്ഡല കാലഘട്ടത്തിൽ അവിടെ കയറിക്കഴിഞ്ഞാൽ പരമാവധി എങ്ങനെയാണ് ഇവർ കാശിന്റെ കൊയ്ത്ത് നടത്തുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുപോലുള്ള കള്ളന്മാരെ നമ്മൾ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ട സമയമായി. പൂണൂലു ഇട്ട് ബ്രാഹ്മണൻ എന്നുള്ള ലേബലിൽ ഇരുന്നു കൊണ്ട് പാവപ്പെട്ട ഭക്തരെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണത്തെ തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ശബരിമലയിൽ എങ്ങനെയാണ് ഏജന്റുമാർ വരുന്നത്? ഇവരുടെ സിൽബന്ധികളായിട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയതുപോലെ തന്നെ പുതിയ മേൽശാന്തിമാരും പൂജാരിമാരും കുറച്ച് ഏജന്റുമാരെ കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് ചോദിക്കാൻ പറ്റില്ലല്ലോ, എന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞാണല്ലോ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇവരാണല്ലോ ദേവന്റെ സ്വത്തുക്കളുടെ എല്ലാ ഉടമ പോലെ പ്രവർത്തിക്കുന്നവർ. ആ നിലയ്ക്ക് പാവപ്പെട്ട ഭക്തർ നെയ്യഭിഷേകത്തിന് അവരുടെ പോക്കറ്റിലെ പണം ചെലവാക്കി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ നെയ്യ് പോലും മറിച്ചടിച്ച് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ മനസ്സിൽ ഭക്തിയുണ്ടോ? ഒരിക്കലുമില്ല. ആ ഇരിക്കുന്ന വിഗ്രഹം പോലും ഇവരുടെ കച്ചവട ഉൽപ്പന്നമാണ്. ഇത് കാണിച്ചുകൊണ്ട് പരമാവധി ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അവരുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ കൊള്ളയടിച്ചെടുക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം. ഒരു മണ്ഡലകാലം 60 ദിവസമാണ്. ഒരു ദിവസം 5 ലക്ഷം രൂപ വെച്ച് വരുമാനമാണെങ്കിൽ 60 ദിവസം ഇവർ എത്ര കോടി രൂപ അവിടെ നിന്ന് കൊയ്തുണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇത് ഇപ്പോഴാണ് കൈയോടെ പിടിച്ചത്. മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിലെ അമ്പലങ്ങൾക്കകത്തെല്ലാം ഇതുപോലുള്ള പൂണൂൽ കൊള്ളക്കാരന്മാർ എങ്ങനെയാണ് പാവപ്പെട്ട ഭക്തരെ കൊള്ളയടിച്ച് പണങ്ങൾ സമ്പാദിക്കുന്നു എന്ന് നിങ്ങൾ നോക്കിക്കാണേണ്ടതാണ്. അയ്യപ്പനെ വരെ വേണമെങ്കിലും ആരെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഊരിയെടുത്ത് കൊടുക്കാൻ ഒരു മടിയില്ലാത്തവന്മാരാണ്. നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം അവിടെ സകലമാന തട്ടിപ്പ് നടത്തിയതും സ്വർണം കട്ടുകൊണ്ട് പോയതെല്ലാം ഈ തന്ത്രി പൂണൂൽ മാഫിയയാണ്. ഈ പൂണൂൽ മാഫിയെ അമർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിക്കുന്ന ഈ തന്ത്രി കൊള്ളക്കാരന്മാർ, അവന്മാർ ശബരിമല കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു തട്ടിപ്പാണ്. അനുദിനം ശമ്പളത്തിനും ദക്ഷിണയ്ക്കും പുറമെ അതിനകത്ത് വരുന്ന നെയ്യ് പോലും എടുത്ത് മറിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് വിശ്വാസമാണുള്ളത്? അവിടെ വരുന്ന ഭക്തരിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചതിന് ശേഷം 1 സ്പൂൺ നെയ്യ് നീയൊക്കെ അന്തസ്സായിട്ട് കൊടുത്തിരുന്നെങ്കിൽ നിന്റെയൊക്കെ ഭക്തി മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെ പോലും കൊടുക്കാതെ നെയ്യ് പാക്കറ്റിലാക്കി 100 രൂപ വെച്ച് വിൽക്കണമെന്നുണ്ടെങ്കിൽ അനുദിനം 5 ലക്ഷം രൂപ വെച്ച് 60 ദിവസം കഴിയുമ്പോൾ ഓരോ പോറ്റിമാരുടെയും തന്ത്രിമാരുടെയും പോക്കറ്റിലേക്ക് പോകുന്ന കോടികളുടെ കണക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാർ, തട്ടിപ്പുകാർ. പൂണൂലിട്ട ഈ കൊള്ളക്കാരന്മാരെ ഈ മണ്ഡല കാലഘട്ടത്തിൽ അയ്യപ്പൻ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. തന്റെ വിഗ്രഹം വച്ചിട്ട് തന്നെ കച്ചവടം നടത്തി കോടികൾ ഒരംശം പോലും കഷ്ടപ്പെടാതെ കൊയ്യുന്ന കള്ളന്മാരാണ് ഇവന്മാരെന്ന് തെളിയാൻ ഇനി മറ്റെന്ത് ഉദാഹരണമാണ് ഈ നാട്ടിൽ വേണ്ടത്? അതുകൊണ്ട് ഈ നാട്ടിലെ ഭക്തരായിട്ടുള്ള മനുഷ്യർ തിരിച്ചറിയുക, പൂണൂലിട്ട ഈ കള്ളന്മാർ നിങ്ങളെ ചൂഷണം ചെയ്യാനിരിക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ മോഷ്ടാക്കളാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇവന്റെയൊക്കെ മുന്നിൽ പോകാനെന്ന് മാത്രമാണ് പറയാനുള്ളത്.